നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. 59 വയസ്സുകാരന്റെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മൗനം തുടർന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ്. രാജ്യത്തെ മൊത്തം കേസുകളിൽ പകുതിയോളവും കേരളത്തിൽ. आतंकियों ने सिर्फ भारतीयों का खून ही नहीं बहाया, उन्होंने हमारी संस्कृति पर भी प्रहार किया। उन्होंने हमारे समाज को बांटने की कोशिश की है और सबसे बड़ी बात, आतंकवादियों ने भारत की नारी शक्ति को चुनौती दी है। രാജ്യത്തെ സ്ത്രീ ശക്തിക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. പാകിസ്ഥാൻ വെല്ലുവിളിച്ചത് ഭാരതത്തിലെ നാരി ശക്തിയെ. അതിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചു. സിന്ദൂരം ഭാരതത്തിന്റെ ധീരതയുടെ പ്രതീകം. കേന്ദ്ര ചിറകിൽ മധ്യപ്രദേശിൽ വികസന കുതിപ്പ്. ഭോപ്പാലിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ. പാകിസ്ഥാന് വൻ തിരിച്ചടി. സൂറത്ത് നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തെന്ന ബലോച്ച് ലിബറേഷൻ ആർമി. ബാങ്ക്, നികുതി വകുപ്പ്, പോലീസ് സ്റ്റേഷൻ എന്നിവ നിയന്ത്രണത്തിൽ. പിടിച്ചെടുക്കൽ പാക് ആർമി ചീഫ് ആസിം മുനീറിന്റെ സന്ദർശനത്തിന് പിന്നാലെ. വിശദമായ വാർത്തകളിലേക്ക്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മോക്ക് ഡ്രിൽ നടത്തി. ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ വൈകിട്ട് 5 മണിയോടെയാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയും ഹരിയാനയും ചണ്ഡീഗഡും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് മോക്ക് ഡ്രിൽ നടത്തിയത്. ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ വൈകിട്ട് 5 മണിയോടെയായിരുന്നു മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെ, ഹരിയാന മുതൽ ചണ്ഡീഗഡ് വരെയും മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അവിടെ മോക്ക് ഡ്രിൽ നടത്തി. പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഉണ്ടായാൽ ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം തുടങ്ങിയതിൻ്റെ മുന്നൊരുക്കങ്ങൾ കൃത്യമായി അത് സൈന്യം നിശ്ചയിച്ചു. ഇന്ന് മോക്ക് ഡ്രിൽ നടത്തി. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ. വിനോദ, പാകിസ്ഥാനുമായി അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പ്രതിരോധ നടപടികൾ വിലയിരുത്തുന്നതിനാണ് ഇന്ന് ഇത്തരത്തിൽ ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഒരു മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. വൈകിട്ട് 5 മണിക്ക് ശേഷം ജമ്മു കശ്മീർ മുതൽ ഗുജറാത്ത് തീരം വരെ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ജമ്മു കശ്മീരും ഹിമാചൽ പ്രദേശും പഞ്ചാബും രാജസ്ഥാനും കൂടാതെ ചണ്ഡീഗഡും ഹരിയാനയും ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഇത്തരത്തിലുള്ള മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. ശ്രീനഗറിലെ കമ്മീഷണർ ഓഫീസിൽ സ്ഫോടനവും അക്നൂറിൽ തീപിടുത്തവും ഭീകരാക്രമണവും വിവിധ മേഖലകളിൽ അത്തരത്തിൽ തീപിടുത്തവും സ്ഫോടനവും വെടിവെപ്പും ഉൾപ്പെടെ വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ട്, അടിയന്തര സാഹചര്യം വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ നടത്തിയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മുടെ രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ്, കൂടാതെ ഈ പ്രതിരോധ നടപടികളും രക്ഷാപ്രവർത്തനങ്ങളുമെല്ലാം പൊതുജനങ്ങളെയും പരിശീലിപ്പിക്കുക, അതിൻ്റെ ഭാഗമാക്കുക, അവർക്കത് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ, ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ കേന്ദ്ര സർക്കാരും ഒപ്പം സംസ്ഥാന ഏജൻസികളും സംയുക്തമായി നടത്തിയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ
നിർദ്ദേശപ്രകാരം കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന പോലീസും സംസ്ഥാന സംവിധാനങ്ങളും സംയുക്തമായാണ് ഓപ്പറേഷൻ മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്രത്തോളം ആക്റ്റീവായി ആ സമയത്ത് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തുകയാണെങ്കിൽ അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, പൊതുജനങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അവർ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒപ്പം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി നിൽക്കുന്നതിനും എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, ഇവയെല്ലാമാണ് ഈ ഒരു മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ചില സ്ഫോടനങ്ങളും തീപിടുത്തവും വെടിവെപ്പും ഉൾപ്പെടെ വ്യാജമായി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. തുടർച്ചയായി അപായമണി മുഴക്കി, കൂടാതെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചുകൊണ്ട് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു. അത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിൽ പ്രതിരോധ നടപടികളും രക്ഷാദൗത്യങ്ങളും നടത്തിക്കൊണ്ടാണ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഈ ഒരു മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തന്നെയും നിലവിലുണ്ടായിട്ടുള്ള പാകിസ്ഥാനുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ചില പ്രകോപനങ്ങൾ അത് ഡ്രോൺ ഉപയോഗിച്ചും ഷെല്ലാക്രമണവുമായി ഉണ്ടായപ്പോൾ ആ മേഖലകളിൽ അന്താരാഷ്ട്ര മേഖലകളിൽ ജനങ്ങളെ സുരക്ഷിതമായി മാറ്റാനും അതിനെ കൃത്യമായി പ്രതിരോധിക്കാനും സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളുടെയും അഭ്യാസ പ്രകടനങ്ങളുടെയും സൈന്യത്തിൻ്റെ കരുത്തിൻ്റെയും ഭാഗമായിട്ടാണ്. അത്തരത്തിൽ പ്രതിരോധ നിര സൈന്യം ശക്തമാക്കുന്നതോടൊപ്പം രാജ്യത്തെ പൊതുജനങ്ങളെ ഇത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ പരിചയപ്പെടുത്തുകയും അവരെ ഇത്തരം സംഭവങ്ങളും അടിയന്തര സാഹചര്യവും ഭീകരാക്രമണവും ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിൽ നേരിടണം, ഏത് രീതിയിലായിരിക്കണം ആ സമയത്ത് പൊതുജനങ്ങൾ പ്രവർത്തിക്കേണ്ടത്, സുരക്ഷിതമായി എങ്ങനെ മാറി നിൽക്കണം, അത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നതിനാണ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഈ മോക്ക് ഡ്രിൽ നടത്തിയിട്ടുള്ളത്. കൂടാതെ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് വിവിധ തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും പരിശീലനങ്ങളും പുരോഗമിക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിൽ കൂടാതെ പൊഖ്റാനിൽ, ജോഷിമഠിൽ ഇവിടങ്ങളിലെല്ലാം ഇന്ത്യൻ ആർമിയുടെ പ്രത്യേക അഭ്യാസ പ്രകടനങ്ങളും പരിശീലനങ്ങളും നടക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായൊരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നേരത്തെ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാൻ്റെ പ്രകോപനം, അതിന് ഭാരതത്തിൻ്റെ സൈന്യം നൽകിയിട്ടുള്ള തിരിച്ചടികൾ, ഇത്തരം സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അവയെ വളരെ കൃത്യമായി വളരെ വിജയകരമായി നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ ഇത്തരം മോക്ക് ഡ്രില്ലുകളിലൂടെയും ഇത്തരം സൈനിക അഭ്യാസ പ്രകടനങ്ങളിലൂടെയും നടത്തുന്നത്. വിനോദ്, തീർച്ചയായും ജനങ്ങളെ കൃത്യമായി നേരത്തെ തന്നെ ഇത് ബോധവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം മോക്ക് ഡ്രിൽ നടത്തുന്നുണ്ട് എന്ന് കൃത്യമായി നേരത്തെ അറിയിച്ചുകൊണ്ട് നടത്തിയ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഭാവിയിൽ അല്ലെങ്കിൽ നാളെ ഒരിക്കൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമം ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാം എന്ന് തദ്ദേശീയരായ ആളുകളെ കൂടി ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ഈ ഒരു മോക്ക് ഡ്രിൽ പരിപാടിക്ക് ജനകീയമായ പിന്തുണ കൂടി സ്വാഭാവികമായി ലഭിച്ചിട്ടുണ്ടാകുമല്ലോ ജിഷ്ണു കൃഷ്ണൻ. വിനോദ്, ഇത്തരം പ്രതിരോധ നടപടികൾ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുക, ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ സമയത്ത് ചെയ്യുന്ന ഡ്യൂട്ടി എന്തായിരിക്കും, ആ സമയത്ത് പൊതുജനങ്ങളുടെ ഉത്തരവാദിത്തം എന്തായിരിക്കും എന്നെല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു മോക്ക് ഡ്രിൽ ഇന്നിപ്പോൾ സൈന്യവും ഒപ്പം സംസ്ഥാന സുരക്ഷാ ഏജൻസികളും സംയുക്തമായി നടത്തിയിട്ടുള്ളത്. അതിൽ പൊതുജനങ്ങളെ അതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വവും അത്തരത്തിൽ അടിയന്തര സാഹചര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമ്പോൾ അത് ഭീകരാക്രമണമാണെങ്കിലും വെടിവെപ്പാണെങ്കിലും തീപിടുത്തമുണ്ടാകുമ്പോഴും ആ സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കും പെരുമാറേണ്ടത്, രക്ഷാപ്രവർത്തനത്തിന് സാധ്യമായിട്ടുള്ള അതിന് ആരോഗ്യസ്ഥിതിയുള്ള അല്ലെങ്കിൽ അതിന് മനസ്സാൽ തയ്യാറെടുക്കുന്ന പൊതുജനങ്ങൾ, ആ സാധാരണക്കാരായ പൗരന്മാർക്ക് എങ്ങനെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി നിൽക്കാം, മറ്റുള്ളവർക്ക് എങ്ങനെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറി നിൽക്കാൻ സാധിക്കും, ഇവയെല്ലാം പൊതുജനങ്ങളെ പരിചയപ്പെടുത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി മുൻകൂട്ടി അറിയിപ്പ് നൽകിക്കൊണ്ട് വ്യാജമായി സ്ഫോടനവും വെടിവെപ്പും തീപിടുത്തവും മറ്റ് അടിയന്തര സാഹചര്യവും സൃഷ്ടിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഇന്ന് ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെ, അതായത് പാകിസ്ഥാൻ കര അതിർത്തി പങ്കിടുന്ന മേഖലകൾ ജമ്മു കാശ്മീരും ഹിമാചൽ പ്രദേശും പഞ്ചാബും രാജസ്ഥാനും ഗുജറാത്തും കൂടാതെ ചണ്ഡീഗഡും ഹരിയാനയും മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ മോക്ക് ഡ്രിൽ നടത്തിയത്. വിനോദ്, വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ഭാരതത്തിൻ്റെ സംസ്ഥാനങ്ങളിലെല്ലാം ഓപ്പറേഷൻ ഷീൽഡ് എന്നുള്ള പേരിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഭാരതം കൃത്യമായി ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. ബലോചിസ്ഥാനിലെ സുറബിൻ്റെ നിയന്ത്രണം കൈയടക്കിയതായി ബലോച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നു. ബാങ്ക്, നികുതി വകുപ്പ്, പോലീസ് സ്റ്റേഷൻ എന്നിവയുടെ അധികാരം പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തെന്ന് ആണ് ബലോച്ച് ലിബറേഷൻ ആർമി വക്താവ് അറിയിച്ചത്. പാക് ആർമി ചീഫ് അസിം മുനീർ ഈ പ്രദേശം സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു BLAയുടെ സൈനിക നീക്കം.
പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണത്തിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും ദുബായിൽ സ്വീകരണമൊരുക്കിയ മലയാളി സംഘടന കുസാറ്റ് ബിടെക് അലൂമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും പരിപാടി സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലാണ് എന്നതും സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിനിടെയാണ് രാജ്യത്തെ അപമാനിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. കൊച്ചിൻ സർവകലാശാല ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച നൃത്തമത്സരത്തിൽ ഭാരതത്തെയും സൈന്യത്തെയും പരിഹസിച്ച ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും വൻ വരവേൽപ്പ് നൽകി. മെയ് 25-ന് ദുബായ് ഉദ്മയത്തിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു പരിപാടി. പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഇവരെ സംഘാടകർ നൃത്തമത്സര വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. സംഘടനയുടെ സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുലിനും സംഘാടകർ സ്വീകരണം ഒരുക്കിയത്. ഇവരെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. വേദിയിലെത്തിയ ക്രിക്കറ്റ് താരങ്ങൾ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. കേരളത്തിലെ കോളേജുകളുടെ UAEയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്കാഫ് അസോസിയേഷൻ സെക്രട്ടറി ദീപു AS, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരെല്ലാം സ്വീകരണമൊരുക്കാനെത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് സംഘടന. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് തീരുമാനിച്ചിരുന്ന വേദിയാണ് പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളെന്നും ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ക്ഷണിക്കാതെ കയറി വരികയായിരുന്നു എന്നുമുള്ള പൊള്ളയായ വാദങ്ങളാണ് കുറിപ്പിലുള്ളത്. എന്നാൽ ദുബായ് പോലുള്ളൊരു സ്ഥലത്ത് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു വേദി കണ്ടെത്താനാകുമെന്ന കാര്യം പാടെ മറച്ചുവെക്കുകയാണ് അലൂമിനി അസോസിയേഷൻ. പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് ശേഷം പരിപാടി സംഘടിപ്പിച്ചിട്ടും വേദി എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന ചോദ്യം പ്രവാസികൾക്കിടയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഷാഹിദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലടക്കം ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലും സംഘടന അഫ്രീദിക്ക് സ്വീകരണം നൽകിയത് വൻ വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംഘാടകരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്ന അഭിപ്രായവും സമൂഹമാധ്യമങ്ങളിൽ ഏവരും പങ്കുവയ്ക്കുന്നു. ജനം, ദുബായ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഭാരതത്തെ പരിഹസിച്ച മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കും ഉമർ ഗുല്ലിനും മലയാളി സംഘടന ദുബായിൽ സ്വീകരണം ഒരുക്കിയ സംഭവത്തിൽ പരാതി നൽകി ABVP. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനുമാണ് ABVP പരാതി നൽകിയത്. കുസാറ്റ് ബിടെക് അലൂമിനി അസോസിയേഷൻ സംഘടിപ്പിച്ച നൃത്ത മത്സരമായ ഓർമ്മച്ചുവടുകൾ എന്ന പരിപാടിയിലാണ് ഇരുവരും അതിഥികളായി എത്തിയത്. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ നിന്നും 186 ട്രെയിനുകൾ പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. പാസിംഗ് ഔട്ട് പരേഡിൽ വൈസ് അഡ്മിറൽ V. ശ്രീനിവാസ് അഭിവാദ്യം സ്വീകരിച്ചു. ബംഗ്ലാദേശ്, ശ്രീലങ്ക, ടാൻസാനിയ രാജ്യങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളും ഉൾപ്പെടുന്നു. ബിടെക് കോഴ്സിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡലിന് നകുൽ സക്സേന അർഹനായി. ഏറ്റവും മികച്ച കേഡറ്റിനുള്ള രാജ്യരക്ഷാ മന്ത്രി ട്രോഫി ടാൻസാനിയയിൽ നിന്നുള്ള കിയോണ്ടോ മൈക്കൽ ഫ്ലോറൻസിന് സമ്മാനിച്ചു. കേരളത്തിൽ വീണ്ടും കോവിഡ് മരണമെന്ന റിപ്പോർട്ട്. 59 വയസ്സുകാരൻ്റെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മൗനം തുടരുകയാണ്. കേരളത്തിൽ 24 മണിക്കൂറിനിടെ 189 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചതായും കേന്ദ്രം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് നിലവിൽ 1336 കോവിഡ് രോഗികളുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 1000-ന് മുകളിലുമാണ്. രാജ്യത്തും കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നുമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത് മോഹൻ. വിനോദ, രാജ്യത്താകെ നിലവിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത് 3395 പേരാണ്. ഇതിൽ 1336 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കായി ഏറ്റവും പുതിയതായി പുറത്തുവിട്ട വിവരങ്ങളിൽ വ്യക്തമാക്കുന്നത്. 189 പേരാണ് പുതിയതായി സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത്. അത് കഴിഞ്ഞ 24 മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചവരാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് കണക്കുകളിലും നിലവിൽ ചികിത്സയിലുള്ള ആക്റ്റീവ് കോവിഡ് കേസുകളിലും പുതിയതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിലും കേരളം തന്നെയാണ് രാജ്യത്ത് ഒന്നാമതുള്ളത്. രണ്ടാമതുള്ള സംസ്ഥാനമൊക്കെ കേരളത്തിൻ്റെ പകുതി കോവിഡ്
കോവിഡ് രോഗികൾ പോലും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഏറ്റവും പുതിയതായി ഒരു കോവിഡ് മരണം കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്നാണ് ഇരിക്കുമ്പോഴാണ് ഇയാളുടെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഇത് ആരാണെന്നോ എവിടുത്തുകാരനാണെന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 59 വയസ്സുകാരൻ എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ബുള്ളറ്റിനിൽ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 2025 കണക്കനുസരിച്ച് അത് 6 മരണങ്ങളായി ഉയർന്നിരിക്കുന്നു. തൊട്ട് മുന്നിലുള്ളത് 7 മരണങ്ങൾ സംഭവിച്ച മഹാരാഷ്ട്ര മാത്രമാണ്. അതായത് കോവിഡ് മരണങ്ങളിലും രാജ്യത്ത് രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ പടരുന്ന കോവിഡ് വകഭേദത്തിന് തീവ്രത കുറവാണ് എന്നുള്ളതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവർത്തിക്കുന്നത്. അപ്പോഴും രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. എന്നാൽ ഈ മരണം സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക കുറിപ്പുകളോ വാർത്താക്കുറിപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള വിവരമോ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പങ്കുവച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിനോദ്, സംസ്ഥാനത്ത് കോവിഡ് മരണം ഏറുന്നു. ആരോഗ്യവകുപ്പ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കോവിഡിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കോവിഡ് മരണം ഉണ്ടായി എന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ മൗനം തുടരുന്നത്? സ്വാഭാവികമായും അവർ ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതല്ലേ പ്രജിത് മോഹനൻ? നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരം വിവരങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കേന്ദ്രം കൃത്യമായി സസൂക്ഷ്മം ഈ വിഷയങ്ങൾ നിരീക്ഷിക്കുമ്പോഴും സംസ്ഥാനത്ത് കോവിഡ് കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലൊക്കെ വലിയ വീഴ്ചയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും രീതിയിലുള്ള കണക്കെടുപ്പുകളോ വിവര ക്രോഡീകരണമോ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്നൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നു. എന്തായാലും ഈ മരണം സംഭവിച്ച ഒരു ഔദ്യോഗികമായ അറിയിപ്പ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അത്തരം അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും, കാരണം കേരളത്തിൽ 6 മരണങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഈ 2025 5 മാസങ്ങൾ കഴിയുമ്പോഴേക്കും കോവിഡ് ബാധിച്ച് 6 പേർ മരിച്ചു എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമാണ്. അത് കൃത്യമായി വിവരങ്ങൾ പുറത്തുവിട്ട് യഥാസമയം അത് സംബന്ധിച്ച് ആശങ്കകൾ അകറ്റേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഈ വകഭേദവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങൾക്കപ്പുറത്തേക്ക് കാര്യമായ നടപടിക്രമങ്ങളോ ഇടപെടലുകളോ സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് വരും ദിവസങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കോവിഡ് കേസുകളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സംസ്ഥാനത്ത് ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. ആക്റ്റീവ് കേസുകളുടെ എണ്ണവും കഴിഞ്ഞ ദിവസത്തെ അനുസരിച്ച് ഇന്ന് അത് കൂടുതലുമാണ്. 1147 ആയിരുന്നു തൊട്ട് മുമ്പിലുള്ള ദിവസത്തെ ആക്റ്റീവ് കേസുകളെങ്കിൽ ഇന്നത് 1336 ആയിരിക്കുന്നു. ചെറിയ രീതിയിലാണെങ്കിലും കോവിഡ് കേസുകളുടെ കണക്കുകൾ അത് വർധനവ് സംസ്ഥാനത്തുണ്ടാകുന്നുണ്ട്. പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച നിരീക്ഷണവും മറ്റും ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. വിനോദ്, വളരെ വ്യക്തമാണ്. രാജ്യവ്യാപകമായി കോവിഡിൻ്റെ കണക്ക് നോക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെയാണ്, കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്. അത് 1000-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 24 മണിക്കൂറിനകം സംസ്ഥാനത്ത് ഒരാൾ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നു എന്നുള്ളതും കേന്ദ്ര ആരോഗ്യ വകുപ്പ് വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ. ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിൽ ഭാരതത്തോടൊപ്പമെന്ന് വ്യക്തമാക്കി കൊളംബിയ. പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് അനുശോചനം അറിയിച്ച കൊളംബിയയുടെ നടപടിയിൽ ഭാരതം അമർഷം രേഖപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് കൊളംബിയ നിലപാട് തിരുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്ന ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘത്തെ നയിച്ച ഡോക്ടർ ശശി തരൂർ MP കൃത്യമായ വിയോജിപ്പ് കൊളംബിയയെ അറിയിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊളംബിയയിലെത്തിയിരുന്നത്. വിഷയം വിശദീകരിക്കുന്നതിനിടെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരർക്കും കൊളംബിയ അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു. ഈ നിലപാട് ആശങ്കയുണ്ടാക്കുന്നതായി ഉടൻ തന്നെ ശശി തരൂർ പ്രതികരിക്കുകയും ചെയ്തു. തുടർ ചർച്ചകളിൽ ഭാരതത്തിന്റെ നിലപാട് കൃത്യമായി ശശി തരൂർ അറിയിച്ചു. ഭീകരരെയും സാധാരണക്കാരെയും തുല്യരായി കണക്കാക്കാനാവില്ലെന്ന ഉറച്ച നിലപാടായിരുന്നു ഭാരതത്തിൻ്റെതായി ശശി തരൂർ മുന്നോട്ട് വെച്ചത്. ഭീകരതയ്ക്കെതിരായ സ്വയം പ്രതിരോധം മാത്രമാണ് ഭാരതം നടത്തിയത്. ഭീകരാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരോട് കരുണയില്ലാത്ത നിലപാട് അപലപനീയമെന്നും ശശി തരൂർ കൃത്യമായി പറഞ്ഞു. തുടർന്നാണ് കൊളംബിയയുടെ നിലപാട് മാറ്റം. പാകിസ്ഥാൻ ഭീകരർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ പ്രസ്താവന കൊളംബിയ പിൻവലിച്ചു. പ്രസ്താവന പിൻവലിക്കുമെന്ന് കൊളംബിയൻ സർക്കാർ പ്രതിനിധികൾ ഉറപ്പ് നൽകിയതായി ശശി തരൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വിശദീകരിക്കാൻ പ്രതിനിധി സംഘങ്ങളെ അയച്ചത് യുക്തിപൂർവമായ നയതന്ത്ര നടപടിയെന്ന് വീണ്ടും തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. അഹല്യാഭായിയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ സർക്കാർ അച്ചുതണ്ടാക്കിയെന്നും റാണി അഹല്യാബായി ഹോൾക്കറുടെ 300ാം ജന്മവാർഷിക ആഘോഷങ്ങൾ
ഭോപ്പാൽ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. ആദരസൂചകമായി അഹല്യാഭായിയുടെ ചിത്രം പതിച്ച പോസ്റ്റൽ സ്റ്റാമ്പും 300 രൂപയുടെ നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. നാരീശക്തിയെ വെല്ലുവിളിച്ചവർക്കുള്ള മറുപടി കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ജാംബോറി മൈതാനിയിൽ 2 ലക്ഷത്തിലധികം സ്ത്രീകളെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. നമുക്ക് ലഭിച്ചതെല്ലാം പൊതുജനങ്ങൾ നൽകുന്ന വായ്പയാണ്. അത് നാം തിരിച്ചടയ്ക്കണമെന്ന അഹല്യാഭായിയുടെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഭരണത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്ന് ചൂണ്ടിക്കാട്ടിയ അഹല്യാഭായിയുടെ വാക്കുകളാണ് താൻ പിന്തുടരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ സർക്കാർ അച്ചുതണ്ടാക്കി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് വീടുകൾ നൽകിയതായി പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. नागरिक देवो भव, ये आज गवर्नेंस का मंत्र है. हमारी सरकार विमेन लेड डेवलपमेंट के विजन को विकास की धुरी बना रही है. सरकार के हर बड़ी योजना के केंद्र में माताएं, बहनें, बेटियां हैं. आप भी जानती हैं, गरीबों के लिए 4 करोड़ घर बनाए जा चुके हैं. സിന്ദൂരം നാരീശക്തിയുടെ പ്രതീകമാണ്. പെഹൽഗാമിൽ ഭീകരവാദികൾ രക്തം ചിന്തുക മാത്രമല്ല, നമ്മുടെ പാരമ്പര്യത്തെ ആക്രമിക്കുക കൂടിയായിരുന്നു. പാകിസ്ഥാൻ നാരീശക്തിയെ വെല്ലുവിളിച്ചതിന്റെ ഫലമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും പാകിസ്ഥാൻ വെടിയുതിർത്താൽ വെടിയുണ്ട കൊണ്ട് തന്നെ മറുപടി നൽകണമെന്നത് 140 കോടി ജനങ്ങളുടെയും ഗർജനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 140 करोड़ देशवासियों का बुलंद आवाज कह रहा है, अगर तुम गोली चलाओगे तो मान के चलो, गोली का जवाब गोले से दिया जाएगा. ഭാരതത്തിന്റെ പെൺമക്കൾ സേനകളുടെ ഭാഗമായി രാജ്യത്തിന്റെ സുരക്ഷാ കവചമായി മാറിയതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. എൻസിസിയിലും വിവിധ സേനാ വിഭാഗങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. आज दुनिया राष्ट्र रक्षा में भारत की बेटियों का सामर्थ्य देख रही है. आज देश अपनी बेटियों के शौर्य पर अभूतपूर्व भरोसा कर रहा है. 2014 से पहले एनसीसी में सिर्फ 25% कैडेट्स ही बेटियां होती थी. आज उनकी संख्या 50% की तरफ आगे बढ़ रही है. അഹല്യാഭായ് ഹോൾക്കറുടെ 300ാം ജന്മവാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അഹല്യാഭായ് ഹോൾക്കറുടെ ചിത്രം പതിച്ച തപാൽ സ്റ്റാമ്പും 300 രൂപയുടെ നാണയവും പുറത്തിറക്കി. ദാതിയ, സത്ര വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭോപ്പാലിൽ നിർവഹിച്ചു. ജനം, ഡൽഹി. രാജ്യാന്തരം പൂർത്തിയാവുന്നു. നമസ്തേ.